സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതരം പാടണമെന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം കടക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വന്ദേമാതരം ചൊല്ലില്ലെന്ന് സർക്കാരിന്റെ പ്രോഗ്രാം നോട്ടീസിൽ വ്യക്തമാക്കുന്നു. എന്നാൽ വന്ദേമാതരം പാടണമെന്ന് നിർദ്ദേശിക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെടുകയാണ്. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ വന്ദേമാതരം ആലപിച്ചത് വലിയ വിവാദമായിരുന്നു. വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് RSSന് കീഴടങ്ങലാണെന്ന വിമർശനമാണെന്ന് പ്രതിപക്ഷം ഉയർത്തിയത്. എന്നാൽ ലോക്ഭവനിൽ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അവിടെ അന്ന് പ്രോട്ടോകോൾ തീരുമാനിക്കാൻ തങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാൻ പറയണമായിരുന്നു. അതിനും കഴിയാത്ത സാഹചര്യമുണ്ടായെന്നാണ് മുഖ്യമന്ത്രി പിന്നീട് വിശദീകരിച്ചത്. ഇപ്പോൾ കേന്ദ്രം വന്ദേമാതരം ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചതിനു ശേഷം എല്ലാ സംസ്ഥാനങ്ങളോടും ഇത് ആ രീതിയിൽ ബഹുമാനത്തോടുകൂടി തന്നെ വന്ദേമാതരം ആലപിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. പ്രോട്ടോകോൾ പാലിച്ച് തന്നെ അത് വേണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടയിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം നിശ്ചയമായും ആലപിച്ചിരിക്കണമെന്ന പൂർണ്ണമായും ആലപിച്ചിരുന്ന നിർദ്ദേശം സംസ്ഥാന ചീഫ് സെക്രട്ടറി വകുപ്പുകൾക്ക് നൽകിയത്. തദ്ദേശ വകുപ്പിനടക്കം നൽകിയ ഈ നിർദ്ദേശമാണ് പിന്നീട് വിവാദമായത്. മന്ത്രി എൻ ഷംസുദ്ദീൻ, ലീഗ് നേതാവ് കൂടിയ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ് ആ തീരുമാനമെന്ന് പറഞ്ഞത്. തള്ളി ലോക്ഭവൻ രംഗത്ത് വന്നത് സർക്കാരിനെ കൂടുതൽ കുരുക്കിലാക്കുകയായിരുന്നു. ഇതോടുകൂടി വീണ്ടും സർക്കാർ കേന്ദ്ര നിർദ്ദേശങ്ങൾക്ക്, സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങുന്നു, എന്താണോ BJP ആഗ്രഹിക്കുന്നത് നടപ്പാക്കുന്ന സർക്കാരായി വി.ഡി. സതീശൻ സർക്കാർ മാറുന്നു എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. പൂർണ്ണമായും ഈ ചീഫ് സെക്രട്ടറി നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി. അത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തും. അവിടെ അതിനുവേണ്ടി പൊതുഭരണ വകുപ്പ് തയ്യാറാക്കിയ പരിപാടിയുടെ കാര്യക്രമത്തിൽ പ്രോട്ടോക്കോളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. 14 ജില്ലകളിലും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. വന്ദേമാതരം പാടണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടില്ല എന്ന് സർക്കാർ പറയുമ്പോഴും പ്രതിപക്ഷം വിവാദം വിടാൻ തയ്യാറല്ല. എങ്കിൽ എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ കത്ത് നിർദ്ദേശം പിൻവലിക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഏതായാലും അത് സർക്കാർ അതിന് തുറന്ന സ്വീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വന്ദേമാതരം വീണ്ടും വി.ഡി. സതീശൻ സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റുകയാണ്. സർക്കാരിനെ കുടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ. വന്ദേമാതരം സംബന്ധിച്ച ഈ സർക്കുലറിൽ വളരെ ജാഗ്രതയിലാണ് മന്ത്രിമാരടക്കം പ്രതികരിക്കുന്നത്. വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ആലപിക്കൂ എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ മന്ത്രിമാരും ശ്രമിച്ചിരിക്കുന്നത്. കൺഫ്യൂഷനും ഇല്ല, അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഒരു കൺഫ്യൂഷനും ഇല്ല. ഉത്തരവുകൾ എവിടെയെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അത് തിരുത്താൻ കപ്പാസിറ്റിയുള്ള ഗവൺമെന്റ് ആണല്ലോ, തർക്കമില്ല. ഒരു കാരണവശാലും നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ കൺസേൺഡ് വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. മന്ത്രി തന്നെ പറഞ്ഞു അതിലൊരു അസ്വസ്ഥതയോ അസ്വാഭാവികതയോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കുറവോ നിലനിൽക്കുന്നില്ല. അതിൽ ഗവർണറുടെ ഓഫീസ് അവരുടെ അഭിപ്രായം പറഞ്ഞു, മന്ത്രിമാർ അവരുടെ അഭിപ്രായം പറഞ്ഞു, ഗവൺമെൻറ് ഒപ്പീനിയനും പറഞ്ഞു. വളരെ ക്ലിയറാണ് സ്റ്റാൻഡ്. സർക്കാരിൻ്റെ നയത്തിനും വീക്ഷണത്തിനും അനുസരിച്ചല്ലാതെ പോകുന്നതായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെൻറ് കീഴിൽ വാഴില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. സവർക്കറെ വാഴിപ്പിക്കലും അനുബന്ധ സംവിധാനങ്ങളുമായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ഗവൺമെൻറ് കീഴിൽ നടക്കില്ല. വന്ദേ മാതരം ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന സർക്കുലറുകളാണ്. സത്യപ്രതിജ്ഞാ സമയത്ത് ലോക്ഭവനെടുത്ത ചില നിലപാടുകളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അതൊന്നും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആ കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റിന്റെ നിലപാട് എന്താണ്, പിന്നെ ഓരോ മന്ത്രിമാരും അതിലെ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഇങ്ങനെയാണ് മന്ത്രിമാർ ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്. യഥാർത്ഥ മതവിശ്വാസികൾ സർക്കാർ നടപടി അംഗീകരിക്കില്ലെന്നാണ് മുഹമ്മദ് റിയാസ് MLA പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് നിലപാടില്ല. ചീഫ് സെക്രട്ടറി ഉത്തരവ് ഗൗരവമുള്ളതാണ്. സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ഉത്തരവിറക്കാൻ കഴിയില്ലെന്നും റിയാസ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയും ഗവൺമെന്റും അറിയാതെ ചീഫ് സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് മറ്റു കർശന നിർദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് മറ്റു മന്ത്രിമാർ പറയുന്നതും തെറ്റാണ് എന്നിപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണെങ്കിൽ എന്തൊക്കെയാണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് സമയത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ സീരീസ് ഓഫ് ഇഷ്യൂസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട ഈ ഓർഡർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.